ാണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, മാർക്കറ്റ് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളെ ഒരു ഗവൺമെന്റ് സഹായിക്കൂല. നക്കാപ്പിച്ചായിട്ട് തരും. 50 ലക്ഷം രൂപ കടം പറഞ്ഞ ഒരു കർഷകന്റെ അക്കൗണ്ടിൽ 6000 10,000 രൂപ ഇട്ട് കൊടുത്തിട്ട് കാര്യം തോന്നുന്നു. അവന്റെ 50 ലക്ഷം രൂപ വരെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന സാധനത്ത് 12-14% ടാക്സ് എടുത്തിട്ട് ഒരു വർഷത്തിൽ 2, 3, 4, 10 ലക്ഷം രൂപ അവന്റെ ടാക്സ് വാങ്ങിയിരുന്നവേ അവന് ദാരിദ്ര്യം വന്ന് വിട്ടുകൊടുക്കുന്ന 4, 5, 5000, 6000 രൂപ. എന്ത് കാര്യം? ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് ഓർമ്മിക്കുകയാണ്, അപകടം വരുന്നു, ഡിസ്റ്റിലറികൾ പൂട്ടിത്തുടങ്ങണു. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷയം എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നല്ല ദീർഘവീക്ഷണത്തോടെയാണ് ഇരിക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ നന്നായി ജോലി ചെയ്തതാണ്. ഞാൻ എൻ്റെ രാജ്യത്തിനടുത്ത് അത്ര രാജ്യത്തിനോട് നമുക്ക് കൂറുണ്ട്. അത് ഏത് രീതിയിലെന്നൊന്ന് ചോദിച്ചാൽ മതക്കൂറും ജാതിക്കൂറും ഒന്നുമല്ല. അപകടം കാത്തിരിക്കണേ ഇന്ത്യൻ കർഷകരെ, ഇന്ത്യ അല്ലല്ലോ ഇപ്പൊ ഭാരത കർഷകരെ അപകടം കാത്തിരിക്കുന്നു. ഡേട്ടി ലൈഫ്, ഡേട്ടി ഗവൺമെന്റ്, ഡേട്ടി റണ്ണിങ് രീതി. ഞാൻ കേരളത്തെ കുറിച്ച് തന്നെ ഫസ്റ്റ് പറയണത് അപകടം. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സർവേയിൽ സ്കോട്ട്ലൻഡിലാണ് സ്ഥിതിയെങ്കിൽ എന്റെ ജനമേ സൂക്ഷിക്കൂ, ഒരു പരിപാടി നടക്കൂല. കർഷകരെ അപകടം കാത്തിരിക്കുന്നു. നമ്മുടെ എല്ലാ മാർക്കറ്റും തകരാനുള്ള ചാൻസ് എല്ലാവരും പരസ്പരം ഉണ്ടാക്കുമെന്നു. ഞാൻ അതിന് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, താരിഫ് ഇടരുത്. താരിഫൊക്കെ എല്ലാം താരിഫ് എടുക്കാം. നമ്മൾ ഗവൺമെന്റ് ചെലവില്ലേ, നമുക്ക് റോഡുകൾ നന്നാക്കണ്ടേ, പാലങ്ങൾ നന്നാക്കണ്ടേ, യുദ്ധോപകരണങ്ങൾ അത്യാവശ്യം വേണ്ടി വന്നാൽ വാങ്ങണ്ടേ, അഗ്രികൾച്ചർ മേഖലയിലൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ, എഡ്യൂക്കേഷൻ മേഖല, ഹെൽത്ത് മേഖല, അതിനൊക്കെ കുറച്ച് എടുക്കണം. പക്ഷേ എന്റെ രാജ്യം എന്റെ നാടെന്ന് പറഞ്ഞ് അപ്പുറത്തുള്ള യൂറോപ്യൻ യൂണിയന്റെ പുറത്ത് പോയി താരിഫ് ഇടരുത്. എന്റെ രാജ്യം എന്ന് പറഞ്ഞിട്ട് മറ്റവൻ കാണിക്കുമ്പോൾ ഇപ്പുറത്തൊന്ന് താരിഫ് ഇടരുത്. നിന്റെ താരിഫാണെങ്കിൽ നിനക്ക് വേണ്ട, പകരം നമ്മളെ താരിഫ് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്ക്. എന്നിട്ട് പുറം രാജ്യക്കാരനെ ഇങ്ങോട്ട് വിളിക്ക്, അവൻ കൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് അവനിൽ നിന്ന് പ്രോഫിറ്റ് എടുക്ക്. അവന്റെ അടുത്ത് പറ, നീ 5 ലക്ഷം 50 കോടി രൂപ സാധനം ഇറക്ക്. 50 കോടി രൂപ സാധനം എടുക്കുമ്പോൾ 25 കോടി രൂപ പ്രോഫിറ്റ് നമുക്ക് വേണം. നോ താരിഫ്. നമ്മളെ എടുക്കില്ലേ നിങ്ങൾ? ആ പൈസ ഇഞ്ഞു വരട്ടെ. താരിഫ് കുറയ്ക്കൂ, താഴെ കൊണ്ടുവരൂ, കയറ്റിറക്കുന്നത് ഇച്ചിരിയാക്കൂ. അപ്പൊ ഓപ്പൺ മാർക്കറ്റ് വരട്ടെ, കർഷകര് വളരട്ടെ, GDP വളരുമപ്പോ രാജ്യത്ത് തൊഴിൽ സാധ്യത വർദ്ധിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ PhD എടുത്തിട്ടും ഇനി കാര്യമില്ല, നിങ്ങൾ ഡോക്ടർമാരായാലും കാര്യമില്ല, ഒന്നുമില്ല. ഒരുത്തരം ജോലി ഇല്ലാതെ പോകും. ആശുപത്രിയിലൊന്നും ആളെ വരൂല. വലിയ ആശുപത്രിയിൽ പൈസ ഉള്ളവല്ലേ ചികിത്സിക്കാൻ പോകും. എത്ര പേര് വരും? ഇനി മിഡിൽ ക്ലാസ്സുകാരുടെ കയ്യിൽ കാശ് വരുമ്പോഴാണ് ആശുപത്രിയിലൊക്കെ ആളുള്ളതെന്ന് ഓർമ്മിക്കണം. ഇവിടെയുള്ള ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആശുപത്രിയാണ്, മൾട്ടി. ഇവിടെയൊക്കെ ആള് വരുന്നത് മിഡിൽ ക്ലാസ്സുകാരാണെന്ന് ഓർമ്മിക്കണം. ബാക്കിയുള്ളവരൊക്കെ വലിയ ഹോസ്പിറ്റലിലേ പോവുള്ളൂ, ഇന്റർനാഷണൽ ഹോസ്പിറ്റലില്. അപകടം കാത്തിരിക്കുന്ന പ്രേക്ഷകരെ ഞാനിതാ ഷെയർ ചെയ്തു. ഞാൻ നൊബക്സോളോ.